ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് പ്രിയപ്പെട്ട പൗലോസേട്ടൻ്റെ ശ്രീ PJ പൗലോസിൻ്റെ നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. വർഷങ്ങളായുള്ള വ്യക്തിപരമായ ബന്ധമാണ്, സൗഹൃദ ബന്ധമാണ് എനിക്ക് PJയുമായി ഉണ്ടായിരുന്നത്. എൻ്റെ അക്കാഡമിക് നാളുകളിൽ ഞാൻ മണ്ണാർക്കാട് MES കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, ആ കാലത്ത് തന്നെ പാലക്കാട് ജില്ലയിൽ പൊതുവിലും മണ്ണാർക്കാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി അറിയപ്പെട്ടിരുന്നയാൾ PJ തന്നെയാണ്. തന്നെ തേടിയെത്തുന്ന ഏത് ചെറിയ പ്രശ്നങ്ങൾ മുതൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ വരെ എല്ലാ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും ആ കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തമായ നിലപാടുകളും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാജ്യത്തും കേരളത്തിനകത്തും അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ താൻ ജനിച്ചു വളർന്ന പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിന് നിർണായകമായ ആധിപത്യവും സ്വാധീനവും ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യക്തിപരമായ വിരോധം തീർക്കാൻ ഈ രാഷ്ട്രീയാധികാരത്തെ അദ്ദേഹം ദുർവിനിയോഗം ചെയ്തില്ല എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്ന കാലത്താണ് യാദൃച്ഛികമായി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. മണ്ണാർക്കാട് MES കോളേജിൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങൾക്കരികിലേക്ക് പൗലോസേട്ടൻ്റെ കാറ് വന്ന് നിൽക്കുകയാണ്. ചാടി ഇറങ്ങി അദ്ദേഹം പരിചയപ്പെട്ടു. നല്ല രൂപത്തിൽ സംഘടനാ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകും, കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്നൊരു ഉപദേശം മാത്രം തന്ന് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം പ്രസംഗിക്കുന്നത് പലപ്പോഴും അകലെ നിന്ന് നോക്കിക്കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന വാക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസാന വാക്കായിരുന്നു. മാത്രമല്ല, രാഷ്ട്രീയമായ ഭിന്നത നിലനിൽക്കുമ്പോഴും തന്നോട്, തൻ്റെ നിലപാടുകളോട് യോജിക്കാത്തവരോട് വ്യക്തിപരമായ ഒരു വിരോധവും വെച്ച് പുലർത്താതെ എല്ലാവരുമായും സൗഹൃദവും സ്നേഹവും പങ്കിട്ട ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു ശ്രീ PJ പൗലോസ്. ഈ സ്വഭാവം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾക്ക് അനുകരിക്കാൻ സാധിക്കേണ്ട ഒരു നല്ല മാതൃകയാണ് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. PJ അനാരോഗ്യം മൂലം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും ഞാനും PJയുമായുള്ള വ്യക്തിപരമായ ബന്ധം തുടർന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളുമെല്ലാം എന്നോട് വ്യക്തിപരമായി ഏറെ സൗഹൃദം കാണിച്ച ആളുകളാണ്. അനാരോഗ്യം പിടിപെട്ട് കിടക്കുമ്പോഴും വ്യക്തിപരമായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സുഖദുഃഖങ്ങളെല്ലാം അന്വേഷിക്കാനും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു എന്നത് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യസ്നേഹിയായ ഒരു നല്ല പൊതുപ്രവർത്തകനെയാണ് PJയുടെ നിര്യാണം മൂലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണം ആകസ്മികമാണ് എന്ന് പറയാനാവില്ലെങ്കിലും കുറേ കാലമായി ക്യാൻസർ രോഗബാധിതനായി കിടപ്പിലായിരുന്നു. മരണം സുനിശ്ചിതമായിരുന്നു. എന്നാൽ പോലും മണ്ണാർക്കാടിൻ്റെ പൊതു പ്രവർത്തന മണ്ഡലത്തിൽ PJയുടെ നിര്യാണം വരുത്തിയ ശൂന്യത നികത്താനാവാത്തതാണ്
എന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ അനുശോചനവും ദുഃഖവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെയും അറിയിക്കുന്നു. ഇത് നന്നായിട്ടില്ലേ അച്ഛാ? പണിക്കൂലിക്കുറവ്, ഡിസ്കൗണ്ട് സെയിൽ, ഇങ്ങനെ പരസ്യം ചെയ്ത് പല പല സ്വർണ്ണക്കടകളും കച്ചവടം പിടിക്കും. പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ്. കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.